ഏവർക്കും നമസ്കാരം. കോട്ടയം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ ഒരു പ്രധാന പട്ടണമാണ് പാല. മീനച്ചി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് ഈ പാലാ പട്ടണം. ഈ പാലായിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാണ് സെൻറ് തോമസ് കത്തീഡ്രൽ പാല. ആ ചർച്ചിൻ്റെ ഹിസ്റ്ററി നമുക്കൊന്ന് പരിശോധിക്കാം. പണ്ടുകാലത്ത് പല പള്ളികളുടെയും നിർമ്മാണം ചില വീട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് നടന്നിട്ടുള്ളത്. പാലായിലെ പുത്തൻ പള്ളിയുടെ നിർമ്മാണത്തിലും ഇവിടുത്തെ 4 കുടുംബാംഗങ്ങളുടെ സഹായം കിട്ടിയിരുന്നു. വയലക്കൊമ്പ് കുടുംബം, തറയിൽ കുടുംബം, എറകോന്നി മാപ്പിള, കൂട്ടുങ്കൽ കുടുംബം എന്നിവയാണ് ഈ കുടുംബങ്ങൾ. ആദ്യകാലത്ത് അരുവിത്തറയിലായിരുന്നു പാലായിലെ ക്രിസ്ത്യാനികൾ ആശ്രയിച്ചിരുന്ന പള്ളി. അവിടുത്തെ പ്രമാണിമാരായ കുടുംബാംഗങ്ങൾ കൂടിയാലോചിച്ചാണ് പുതിയ പള്ളി എന്ന ആശയം മീനച്ചിൽ കർത്താവിനെ അറിയിച്ചത്. അങ്ങനെ ക്രിസ്തുവർഷം 1002 സെൻറ് തോമസിൻ്റെ പേരിലുള്ള പള്ളിയുടെ പണി ആരംഭിക്കുകയും ചെയ്തു. ക്രിസ്തുവർഷം 1003 ഏപ്രിൽ മാസത്തിലെ ഉയർപ്പ് തിരുനാൾ ദിവസം പള്ളിയുടെ പണി പൂർത്തിയാക്കി വെഞ്ചിരിപ്പ് കർമ്മം നടത്തിയെന്നാണ് പാരമ്പര്യ വിശ്വാസം. ആദ്യം പണി കഴിപ്പിച്ച പള്ളി ക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ളതായിരുന്നു. പാലാ പള്ളിയുടെ ഭരണകാര്യങ്ങൾ 4 വീട്ടുകാരാണ് വളരെ കാലമായി നടത്തിയിരുന്നത്. ഏതാണ്ട് 750 കൊല്ലക്കാലം ഇത് തുടർന്നു. ഇത്ര കാലം കുടുംബക്കാർ ഭരിച്ച ഒരു പള്ളി കേരളത്തിലില്ല. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുടുംബക്കാരിൽ നിന്ന് അധികാരങ്ങൾ എടുത്തു മാറ്റുകയും 16 കുടുംബങ്ങളെ ഉൾപ്പെടുത്തി വിപുലീകരിക്കുകയും ചെയ്തു. പള്ളിയിൽ നിന്ന് അധികം അകലെയല്ലാതെ ചന്തയും സ്ഥാപിച്ചു. ഇവിടേക്ക് ധാരാളം കുടിയേറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. 16-ാം നൂറ്റാണ്ടിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന പള്ളി പൊളിച്ച് പോർച്ചുഗീസ് ശില്പ മാതൃകയിൽ ഇവിടെ പുതിയ ഒരു പള്ളി പണിതു. ആ പള്ളി 17-ാം നൂറ്റാണ്ടിൽ തീ വെച്ച് നശിപ്പിച്ചു. തുടർന്ന് 18-ാം നൂറ്റാണ്ടിലാണ് ഇപ്പോൾ കാണുന്ന പള്ളി പണിതത്. നല്ല വലിപ്പമുള്ള കല്ലുകൾ കൊണ്ടും വരാൽ പശയും കടുക്കാവെള്ളവും ചേർത്ത് പ്രത്യേക രീതിയിൽ കൂട്ടിയെടുത്ത ചാന്ത് കൊണ്ടാണ് ഈ പള്ളിയുടെ പണികൾ നടത്തിയിരുന്നത്. പഴയ പള്ളിയിൽ അയർലൻഡിൽ നിന്ന് വരുത്തിയ സംഗീതാത്മകമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന 5 മണികളുണ്ട്. 1702 സ്രാമ്പിക്കൽ ഇട്ടൻ മാപ്പിളയാണ് ഇന്ന് കാണുന്ന പഴയ പള്ളി പുതുക്കി നിർമ്മിച്ചത്. 1950 ജൂലൈ മാസം 25 പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുവിച്ച കോ എക്ലേസിയാരും എന്ന അപ്പസ്തോലിക ലേഖനം മുഖേന ചങ്ങനാശ്ശേരി രൂപതയിൽപ്പെട്ട പാല, മുട്ടുചിറ, കുറവിലങ്ങാട്, ആനക്കല്ല്, രാമപുരം എന്നീ 5 ഫൊറാനകൾ ചേർത്ത് പാലാ രൂപത സ്ഥാപിച്ചപ്പോൾ പാലാപ്പള്ളിയെ കത്തീഡ്രൽ എന്ന പദവിയിലേക്ക് ഉയർത്തുകയുണ്ടായി. മീനച്ചി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് പാലാ പട്ടണം. വളരെ ഫലഭൂയിഷ്ടമാണ് ഈ പ്രദേശങ്ങൾ. മീനച്ചിൽ നദി ഈ പട്ടണത്തിൻ്റെ മധ്യത്തിൽ കൂടി കിഴക്കു പടിഞ്ഞാറായി ഒഴുകുന്നു. നഗരകേന്ദ്രം നദിയുടെ വടക്കേ കരയിലാണ്. കരൂർ, ഭരണങ്ങാനം, മീനച്ചിൽ, മുത്തോലി എന്നീ പഞ്ചായത്തുകൾ പാലാ നഗരവുമായി അതിർത്തി പങ്കുവയ്ക്കുന്നു. ളാലം എന്ന പേരിലാണ് ഈ പ്രദേശം പഴയ ഭൂരേഖകളിൽ വിവക്ഷിക്കപ്പെടുന്നത്. പാലാ നഗരസഭയിൽ 26 വാർഡുകളുണ്ട്. എറണാകുളം, ഊരാശാല, കടപ്പാട്ടൂർ, വെള്ളാപ്പാട്, കാണിയക്കാട്, മുരിക്കുംപുഴ, ചെത്തിമറ്റം, മുണ്ടുപാലം, കാനാട്ടുപാറ, കിഴതടിയൂർ, മൂന്നാനി എന്നിവയാണ് പ്രധാന കേന്ദ്രങ്ങൾ. ഈ പാലാപ്പള്ളിയിലെ ആദ്യത്തെ വികാരി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിതിരിക്കൽ മാണിക്കത്തനാരാണ് 1889. 1022 വർഷത്തെ ചരിത്രമേറുന്ന പാലാ വലിയ പള്ളിയിലെ
പ്രധാന തിരുനാൾ രാക്കുളി തിരുനാളാണ്. ഈ രാക്കുളി തിരുനാളിൽ പങ്കുചേരുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളും വിദേശികളും ഇവിടെ എത്തിച്ചേരാറുണ്ട്.